കൊറോണ വ്യാപനം രൂക്ഷമാകുന്ന സാഹചര്യത്തിൽ വീണ്ടും കടുത്ത പ്രഖ്യാപനവുമായി സൗദി രംഗത്തെത്തിയിരിക്കുകയാണ്. നേരത്തെ കോവിഡ് ബാധിച്ച വ്യക്തികൾ കോവിഡ് പ്രതിരോധ വാക്സിന്റെ ഒരു ഡോസ് മാത്രം എടുത്താൽ മതിയെന്ന് സൗദി ആരോഗ്യ മന്ത്രാലയം പ്രഖ്യാപിക്കുകയുണ്ടായി. സൗദിയിലെ പകർച്ചവ്യാധികളുമായി ബന്ധപ്പെട്ട നാഷണൽ സയന്റിഫിക് കമ്മിറ്റിയുടെ അംഗീകാരത്തോടെയാണ് ആരോഗ്യ മന്ത്രാലയം പുതിയ നിർദ്ദേശവുമായി രംഗത്തെത്തിയിട്ടുള്ളത്. കോവിഡ് വൈറസ് ബാധയിൽ നിന്ന് രോഗമുക്തി നേടിയ ശേഷം 6 മാസം കഴിഞ്ഞവർക്ക് ഒരു ഡോസ് വാക്സിൻ മാത്രമേ നൽകുകയുള്ളൂ എന്ന് ആരോഗ്യ മന്ത്രാലയ വൃത്തങ്ങളെ ഉദ്ധരിച്ച് അൽ അറബിയ ചാനൽ റിപ്പോർട്ട് ചെയ്തിരിക്കുകയാണ്. അവരുടെ ശരീരം സ്വയം ആർജിച്ച പ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുന്നതിനാണ് ഒരു ഡോസ് വാക്സിൻ നൽകുന്നതെന്നും മന്ത്രാലയം വ്യക്തമാക്കി. കോവിഡ് ബാധിതരുടെ ശരീരത്തിൽ സ്വാഭാവികമായും ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ആന്റിബോഡി വീണ്ടും കോവിഡ് ബാധിക്കുന്നതിനെ പ്രതിരോധിക്കുകയും ചെയ്യും. ആയതിനാൽ തന്നെ ഇങ്ങനെ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ആന്റിബോഡി എത്ര കാലം ശരീരത്തിൽ നിലനിൽക്കുമെന്ന കാര്യത്തിൽ കൃത്യമായ തീരുമാനവും ഉണ്ടായിട്ടില്ല. എന്ന് മാത്രമല്ല, കോവിഡ് ബാധിച്ച് അധികനാൾ കഴിയുന്നതിന് മുമ്പ് തന്നെ വീണ്ടും വൈറസ് ബാധയുണ്ടായ അപൂർവ സംഭവങ്ങൾ വീണ്ടും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഒരു ഡോസ് മാത്രം ഫൈസർ വാക്സിൻ കോവിഡ് വൈറസിനെ പ്രതിരോധിക്കുന്നതിൽ 85% ഫലപ്രദമാണെന്ന് ഇസ്രായേലിൽ നടത്തിയ പഠനത്തിൽ വ്യക്തമായിരുന്നു. ഇതിന്റെ പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ ഇത്തരത്തിൽ തീരുമാനം സൗദി കൈക്കൊണ്ടിരിക്കുന്നത്. അതേസമയം 21 ദിവസത്തെ ഇടവേളയോടെ 2 ഡോസ് വാക്സിനാണ് മറ്റുള്ളവർക്കിടയിൽ വിതരണം ചെയ്തത്. ഇങ്ങനെ 2 ഡോസ് എടുക്കുന്നവരിൽ 95% പ്രതിരോധ ശേഷി സൃഷ്ടിക്കപ്പെടുന്നത്. സൗദിയിൽ 2ാം ഘട്ട വാക്സിൻ വിതരണം കഴിഞ്ഞ ദിവസം ആരംഭിച്ചിരുന്നു. ആദ്യഘട്ടത്തിൽ വയോജനങ്ങൾ, ഗുരുതര ആരോഗ്യ പ്രശ്നങ്ങൾ ഉള്ളവരായിരുന്നു വാക്സിൻ നൽകിയത്. ഇവരിൽ 50%-ലേറെ പേർ വാക്സിൻ എടുത്തു കഴിഞ്ഞതായി ആരോഗ്യമന്ത്രി ഡോക്ടർ തൊഫീഖ് അൽ റബിയ കഴിഞ്ഞ ദിവസം വ്യക്തമാക്കി. 2ാം ഘട്ടത്തിൽ 50 വയസ്സിന് മുകളിലുള്ള എല്ലാ സ്വദേശികൾക്കും വിദേശികൾക്കും വാക്സിൻ നൽകാനാണ് പദ്ധതിയിട്ടിരിക്കുന്നത്. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.